ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇത് കൃത്രിമം കാണിച്ചു, അതിൻ്റെ നിർണായകമായ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചു എന്നത് മാത്രമല്ല, ഈ കേസിലെ പ്രതിയെ ഹൈക്കോടതി ആദ്യം ശിക്ഷിച്ചിരുന്നു വിചാരണ കോടതി. പിന്നീട് ഹൈക്കോടതി 10 വർഷത്തേക്കാണ് ആദ്യം വിചാരണ കോടതി ശിക്ഷിച്ചത്. പിന്നീട് ഹൈക്കോടതി പ്രതിയെ ഈ തെളിവുകളുടെ അഭാവത്തിൽ, അതായത് നേരത്തെ ഈ തൊണ്ടിമുതലായ 60 ഗ്രാം ഹാഷിഷ് പിടികൂടിയത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ആൻഡ്രോസ് സാൽവദോർ എന്ന ഓസ്ട്രേലിയക്കാരൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അതിനാധാരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഹാഷിഷ് ഒളിപ്പിച്ചു വെച്ചിരുന്ന അടിവസ്ത്രം അവിടുന്ന് കോടതി ജീവനക്കാരനായ ജോസിൻ്റെ സഹായത്തോടുകൂടി കടത്തി അതിൻ്റെ അളവ് ചെറുതാക്കി തിരികെ കൊണ്ടുവയ്ക്കുകയും പിന്നീട് ഹൈക്കോടതി ഈ കാര്യം, അതായത് പാകമാകാത്ത അടിവസ്ത്രമായിരുന്നു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ആ കേസിലെ പ്രതിയായ ആൻഡ്രൂ സാൽവദോറിനെ വിട്ടയച്ചത്. പക്ഷേ ഇയാൾ ഓസ്ട്രേലിയയിൽ ചെന്നതിന് ശേഷം മറ്റൊരു കേസിൽ പ്രതിയായി ഓസ്ട്രേലിയയിലെ ജയിലിൽ കഴിയുമ്പോഴാണ് അവിടെയുള്ള ഒരു സഹതടവുകാരനോട് ഇതേക്കുറിച്ച് ഈ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചാണ് താൻ രക്ഷപ്പെട്ടത് എന്ന കാര്യം പറഞ്ഞത്. ആ സഹതടവുകാരൻ ജയിൽ അധികൃതരെ വിവരമറിയിക്കുന്നു. ജയിൽ അധികൃതർ ഇക്കാര്യം പിന്നീട് ഓസ്ട്രേലിയൻ സർക്കാരും ഇന്റർപോളിന് ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയും ഇന്റർപോളാണ് പിന്നീട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു. കേരള പോലീസിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്നു. അങ്ങനെയാണ് ഈ കേസ് പിന്നീട് എടുക്കുന്ന നിലയിലേക്ക് ആന്റണി രാജുവിനെതിരെയും ഒന്നാം പ്രതിയായ ജോസിനെതിരെയും, ആന്റണി രാജു രണ്ടാം പ്രതിയാണ്, ജോസിനെതിരെയും പിന്നീട് കേസെടുത്തത്. ഇത് പലതവണ ആന്റണി രാജു സുപ്രീം കോടതി വരെ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയി. പക്ഷേ സുപ്രീം കോടതി വിചാരണ നടക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വർഷത്തിലധികമാണ് ശിക്ഷയെങ്കിൽ ആന്റണി രാജുവിന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ആന്റണി രാജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അല്പസമയത്തിനകം നെടുമങ്ങാട് കോടതി പറയാൻ പോകുന്ന ഈ കേസിലെ വിധി. മനീഷ് മഹിപാൽ തുടരുന്നുണ്ട്. മനീഷ്, ഈ കേസിൽ വിധി അല്പസമയത്തിനകം പറയുമെങ്കിലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ്. ഒന്ന്, ശിക്ഷ ലഭിക്കുമോ എന്നത്. നിരവധി വകുപ്പുകളുണ്ട്. കൃത്രിമം കാണിക്കൽ, വഞ്ചന, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ നിരവധി വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ഈ വിചാരണ അവസാന ഘട്ടം എത്തിയപ്പോഴാണ് ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകനായ അനിൽ ഇമ്മാനുവൽ ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസിൽ വഞ്ചന കുറ്റം കൂടി ചുമത്തണം എന്നാവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വഞ്ചനാ കുറ്റം കൂടി പിന്നീട് ചുമത്തുകയാണ് ചെയ്തത്. ഏതായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും ഈ വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. മനീഷ്. ബി ദിൽകുമാർ, ഇതിൽ മാധ്യമപ്രവർത്തകനായ അനിൽ ഇമ്മാനുവൽ ഫേസ്ബുക്കിൽ നവമാധ്യമത്തിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് ഈ കേസിൽ വളരെ നിർണായകമായിരുന്നു. അന്വേഷണ സംഘം പോലും അവരുടെ അന്വേഷണത്തിന്റെ ഭാഗം അല്ലെങ്കിൽ കേസിന്റെ വിചാരണ ഘട്ടത്തിലടക്കം അത് വലിയ രീതിയിൽ ചർച്ചയായൊരു വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ആന്റണി രാജു പല വിധത്തിലും കേസിൽ നിന്നും താൻ ഊരിപ്പോകാനുള്ള പല ശ്രമങ്ങളും നടത്തിയാണ്. സുപ്രീം കോടതിയിൽ തനിക്കെതിരെ തെളിവുകളില്ല, ചില സാക്ഷിമൊഴികളാണ്. അതിൽ 26 സാക്ഷിമൊഴികളിൽ 16 പേരെ മാത്രമാണ് വിസ്തരിച്ചിട്ടുള്ളത്. ആ സാക്ഷികളെ വിസ്തരിക്കുന്നതിന് മുൻപ് തന്നെ ഈ സാക്ഷികളൊക്കെ തന്നെ പെയ്ഡ് ആയിട്ടുള്ളവരാണ്, അതായത് കൃത്രിമമായി ഉണ്ടാക്കിയ സാക്ഷികളാണ് അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. പക്ഷേ വിചാരണ നടക്കട്ടെ, അത് ആദ്യം വഞ്ചിയൂർ കോടതിയിൽ നടന്ന വാദം ഇഴഞ്ഞു നീങ്ങിയപ്പോഴാണ് പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ കോടതി വഞ്ചിയൂർ കോടതിയിൽ നിന്നും നെടുമങ്ങാട് കോടതിയിലേക്ക് ഈ കേസ് മാറ്റുന്നു. കഴിഞ്ഞ മാസം ഡിസംബർ മാസം 16-ാം തീയതിയാണ്. അതായത് ഒരു കേസെടുത്ത് 1994 ഇത് സംബന്ധിച്ച കേസെടുത്തതിൽ പിന്നീട് വാദങ്ങൾ ഇഴഞ്ഞു നീങ്ങി അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ച് 2014 കുറ്റപത്രം സമർപ്പിച്ച് പിന്നീടും 10 വർഷത്തിലധികം കഴിഞ്ഞ് വാദം പൂർത്തിയായത് കഴിഞ്ഞ മാസം ഡിസംബർ 16-ാം തീയതി മാത്രമാണ്. ഈ കേസിൽ അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രതിഭാഗവും പ്രോസിക്യൂഷനും അവരുടെ വാദഗതികൾ ഇതിനോടകം തന്നെ ഈ വർഷത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന സന്ദർഭങ്ങളിൽ പോലും പല തെളിവുകളും ഹാജരാക്കിയിരുന്നു. ഈ അടിവസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, ഈ ജീവനക്കാരൻ വഞ്ചിയൂർ കോടതിയിൽ വെച്ച് ആ തൊണ്ടി മുതൽ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി അത് തയ്പ്പിച്ച് ചെറുതാക്കി മാറ്റി തിരിച്ച് ആ തൊണ്ടിമുദ്ര സൂക്ഷിക്കുന്ന അതേ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുമ്പോൾ അതിൻ്റെ സാക്ഷി മൊഴികൾ ഏറെ നിർണായകമായിരുന്നു. ഇതിൽ 25-ലധികം സാക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും 16 പേരാണ് നിലവിൽ അത് മരണം സംഭവിക്കുകയും ചികിത്സാപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആ സാക്ഷികളെ കോടതി തന്നെ പ്രോസിക്യൂഷൻ തന്നെ ഒഴിവാക്കുകയും കോടതി തന്നെ നേരിട്ട് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 16 സാക്ഷികൾ ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ളതാണ്. ഇന്ന് ഈ കേസിൽ ഒന്നാം പ്രതി ജോസും രണ്ടാം പ്രതി ആന്റണി രാജുവും സ്വാഭാവികമായി തന്നെ കോടതിയിൽ ഹാജരാകേണ്ടതാണ്. ഇതുവരെയും പക്ഷേ രണ്ടുപേരും കോടതിയിൽ ഹാജരായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് രാവിലെ ആന്റണി രാജുവിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം ഇതുവരെയും ഫോൺ എടുത്തിട്ടില്ല. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ
പ്രതികരണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൽ ഇനി വെറുതെ വിടുകയാണെങ്കിൽ, ഇനി തെളിവുകളുടെ അഭാവമോ അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണങ്ങളോ ഒക്കെ കണ്ടുകൊണ്ട് ഈ കേസിൽ വെറുതെ വിടാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ കൂടി എത്ര വർഷം കുറ്റക്കാരനെന്ന് കണ്ടാൽ എത്ര വർഷം തടവ് ലഭിക്കുമെന്നത് ആന്റണി രാജുവിന് ഏറെ നിർണായകമായിട്ടുള്ളതാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലേക്കടക്കം ആന്റണി രാജു മത്സരിക്കും എന്നുള്ള കാര്യം ഏറെ ഉറപ്പ് തന്നെയാണ്. ഇനി ഏപ്രിൽ മാസം 2ാം വാരത്തിലോ മെയ്യിലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ 2 വർഷത്തിൽ ഈ കേസിൽ 10 മുതൽ ജീവപര്യന്തം വരെ, അതായത് 14 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ വിചാരണ ഘട്ടത്തിലടക്കം കൂടുതൽ വകുപ്പുകൾ അനിൽ ഇമ്മാനുവലിന്റെ വാദത്തോടു കൂടി തന്നെ വീണ്ടും ഈ കേസിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അങ്ങനെ 10ലധികം വർഷമോ അല്ലെങ്കിൽ 2ലധികം വർഷമോ ലഭിച്ചാൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ അയോഗ്യതയുണ്ടാകും. അങ്ങനെയെങ്കിൽ അത് രാഷ്ട്രീയമായി ആന്റണി രാജുവിന് ഏൽക്കുന്ന വലിയ തിരിച്ചടിയും പ്രഹരമായി മാറും. അതിനെ എങ്ങനെ മറികടക്കുമെന്നത് ആന്റണി രാജുവിന്റെ മാത്രം വിഷയമല്ല, ധാർമ്മികമായി ഇതിനെന്ത് മറുപടി പറയും. ഒപ്പം തന്നെ ഇപ്പോഴിത് ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചാൽ ധാർമ്മികമായി ആന്റണി രാജു രാജിവെക്കട്ടെ എന്ന നിലപാട് പ്രതിപക്ഷം കൂടി കൈക്കൊള്ളും. അങ്ങനെ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിൽ മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ വിധി അല്പസമയത്തിനകം ഉണ്ടാകും. 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. മുൻ മന്ത്രി എന്നതിനു പുറമെ നിലവിൽ MLA കൂടിയാണ്. തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA കൂടിയാണ് ആന്റണി രാജു. ഈ കേസിലാണ് 3 പതിറ്റാണ്ടിനു ശേഷം വിധി പറയാൻ പോകുന്നത്. വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.